ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വിൻഡോ വണ്ടർലാൻഡിലോട്ടാണ് പോകുന്നത്. UK വന്നതിന് ശേഷം എല്ലാ വർഷവും മിസ് ചെയ്യാണ്ട് ഞാൻ പോയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ വിൻഡോ വണ്ടർലാൻഡ്. എല്ലാ വർഷവും നൈറ്റ് ടൈം മാത്രം പോയിട്ടുള്ള ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ആഫ്റ്റർനൂൺ ടൈമിൽ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇപ്രാവശ്യം കുറച്ചുകൂടി വെറൈറ്റി തിങ്സ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ക്രൗഡഡും നല്ല കളർഫുള്ളും ആണ് ഇപ്പൊ ഇവിടെ. എന്നാ റൈഡ്സിലൊക്കെ ഒന്ന് കയറി വന്നാലോ? റോളർ കോസ്റ്ററിൽ കേറാം, ജീവനോട് തിരിച്ചു വന്നാൽ കാണാം. മുറുകെ പിടിച്ചോ, പോയി ഇതൊന്നും അല്ല, നോക്കിയാ പോയ. റോളർ കോസ്റ്ററിൽ കയറി ക്ഷീണം തീർക്കാനായിട്ട് നേരെ പോയത് ബലൂൺ ഓട്ടിക്കാനായിട്ടാണ്. നമ്മുടെ ചെക്കൻ വിജയകരമായിട്ട് ആ ടാസ്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മുടെ ആഞ്ചോയുടെ ഊഴമാണ്. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവത്തില്ല എന്നാണല്ലോ. എന്നാ ആഞ്ചോയ്ക്ക് എനിക്ക് ഒട്ടും തന്നെ ശരിയായിട്ടില്ല. അങ്ങനെ തന്നെ അടിയറവ് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പിന്മാറി, അടുത്ത ഗെയിമിൽ പിടിക്കാന്ന പ്രതീക്ഷയോടെ. പിന്നെ കയ്യില് ബേബിയുടെ കൂടെ കുതിര സവാരിയൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും നല്ല രീതിക്കൊന്ന് വിശക്കാൻ തുടങ്ങി. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ഭീമൻ ലോഡഡ് ഫ്രൈസും ഹാലപ്പീനോസും കൂടെ കൂട്ടി നല്ല രീതിക്കൊന്ന് കഴിച്ചു. ബലൂൺ പൊട്ടിക്കലിൽ അപ്പൻ തോറ്റെങ്കിലും ബോളറിയൽ മത്സരത്തിൽ മോനെയാണ് ആഞ്ചോ കളത്തിലിറക്കിയിരിക്കുന്നത്. ലൂക്കാച്ചൻ ആ ഒരു ടാസ്ക് വിജയകരമായി പൂർത്തിയാക്കുക, പിന്നെ എന്തേ ഈ കാണുന്ന ഒരു ഗിഫ്റ്റുമായിട്ടാണ് ആളവിടെ വിട്ടത്. വീണ്ടും ചെറിയ രീതിക്കൊന്ന് വിശക്കാൻ തുടങ്ങി. പിന്നൊന്നും നോക്കിയില്ല, സ്പൈറൽ കട്ട് പൊട്ടറ്റോ ചിപ്സ് അങ്ങ് തട്ടി. കഴിച്ചതൊക്കെ ഒന്ന് കൊണ്ടുപോയി ദഹിപ്പിക്കണ്ടേ. മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടാണ് അടുത്ത റൈഡിലോട്ടൊന്ന് കയറാൻ പറ്റിയത് തന്നെ. എന്നിരുന്നാലും ഞാൻ ഭയങ്കര ഹാപ്പി എക്സൈറ്റഡ് ഒക്കെ ആണ് കേട്ടോ. ഈ ഒരു റൈഡിൽ കയറുമ്പോൾ നമ്മളെ നേരെ കൊണ്ടുപോയി മേലെ നിർത്തും. അവിടുന്ന് കാണുന്ന ഒരു കാഴ്ച അടിപൊളിയാണ്. ഇത്രയൊക്കെയുള്ളൂ വിൻഡോ വണ്ടർലാ വിശേഷങ്ങൾ. വീണ്ടും കാണാം. ബൈ.